വളരെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആയിരങ്ങളാണ് ഇറാന്റെ തെരുവിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ഇറാനിലെ ഖമേനിമാർ നേതൃത്വം നൽകുന്ന ആ മത ഭരണകൂടം യാതൊരു മനുഷ്യാവകാശവും നോക്കാതെ വലിയ രീതിയിലുള്ള അടിച്ചമർത്തൽ സ്വന്തം ജനത്തിന് നേരെ അവർ ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും അരക്ഷിതാവസ്ഥകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ അമേരിക്കയും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഖമേനിമാർക്ക് അല്ലെങ്കിൽ ഖമേനിക്ക് അവിടുത്തെ ഭരണകൂടത്തിന് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലും ഏത് നീക്കത്തിനും, നിർണായകമായ നീക്കത്തിനും ഇസ്രായേൽ തയ്യാറാണ് അല്ലെങ്കിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്ന സൂചനകൾ നൽകുന്നു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ റഷ്യയും ചൈനയും മുന്നറിയിപ്പുകൾ നൽകുന്നു. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ മധ്യപൂർവേഷ്യ കടന്നു പോകുമ്പോൾ ഈ ഒരു സാഹചര്യം ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കാണോ? ഒപ്പം തന്നെ അവിടെ നടക്കുന്ന സംഘർഷങ്ങളുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമായ, മതപരമായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള അജണ്ടകൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ ജോൺ. റോബിൻ ജോൺ, ഒരു അഗ്നിപർവ്വത സ്ഫോടന സമാനമായിട്ടുള്ള ഒരു സ്ഥിതിയിലൂടെയാണ് പശ്ചിമേഷ്യ, മധ്യപൂർവേഷ്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ 2025-ലും 2024-ലും നമ്മുടെ ഒരു ശ്രദ്ധാകേന്ദ്രം ഇസ്രായേൽ ഗാസ അതിർത്തിയായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 2026-ൽ ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത്, അതിൻ്റെ ആദ്യ മാസങ്ങളിലെങ്കിലും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഇറാനാണ്. അതായത് കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒരു തലസ്ഥാനമായിട്ട് ഇറാൻ മാറുകയാണ്. ഒരു മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഭരണകൂടം ഒരു രാജ്യത്തിൻ്റെ ഭരണതലപ്പത്ത് വന്നു കഴിഞ്ഞാൽ അത് ആ രാജ്യത്ത് സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ, പ്രതിസന്ധിയുടെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായിട്ട്, അല്ലെങ്കിൽ ഏകദേശം ഒരു നൂറ്റാണ്ടിനടുത്ത് അവിടെ ഭരണം കൈയാളുന്ന മത ഭരണകൂടം, അല്ലെങ്കിൽ ഈ മുല്ല ഭരണകൂടം എന്നൊക്കെ പറയുന്ന ഭരണകൂടം കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ, സ്ത്രീകളെ അടിച്ചമർത്തുന്നു, ഈ ശരീഅത്ത് നിയമവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലാണ്. അതായത് ഇത് നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ നമുക്ക് പറയാൻ സാധിക്കും, എത്രയൊക്കെ ജനങ്ങളുടെ വികാരം അടിച്ചമർത്തിയാലും അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് ഇങ്ങനെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് പോലെ പുറത്തേക്ക് വമിക്കും എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണ് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ഏത് നിമിഷവും അവിടെ ഇടപെടാം. സൈനിക നടപടി അത്ര വിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചില റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഈ വെനിസുലൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് വന്ന ഡെൽറ്റ ഫോഴ്സസ് ഒക്കെ മധ്യപൂർവേഷ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആയത്തുല്ല ഖമേനിയുടെ ചങ്കെടുപ്പ് കൂടുന്നുണ്ട്. പിന്നെ ഖത്തർ കേന്ദ്രീകരിച്ച് അമേരിക്കയുടെ വലിയ രീതിയിലുള്ള ഈ സൈനിക വിന്യാസത്തിന് മുന്നൊരുക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇസ്രായേലും അതിനൊപ്പം തന്നെ ചേരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ റോബിനിലേക്ക് വരുമ്പോൾ, റോബിൻ, ഈ ഒരു വിഷയത്തിൽ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നലെ തന്നെ റഷ്യ ഇറാനെതിരെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ചൈനയും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് അമേരിക്കയ്ക്കെതിരെ നൽകുന്നു. ഐക്യരാഷ്ട്രസഭയിൽ ഇറാൻ പരാതിയുമായിട്ടൊക്കെ പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ ഒരു സൈനിക നടപടിയായി ട്രംപാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് ട്രംപിന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ റോബിൻ, ഒരു തേർഡ് വേൾഡ് വാർ എന്ന ഒരു പോസിബിലിറ്റിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താൻ സാധ്യതയുണ്ടോ? ഈ ഇറാനൊപ്പം ഒരുപക്ഷെ റഷ്യയും ചൈനയും അണിനിരന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം സാധ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു തേർഡ് വേൾഡ് വാർ എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധം അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണോ? ഈ ഏത് സമയം ഇറാൻ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ അതിന് ആനുപാതികമായിട്ടുള്ള പല റിപ്പോർട്ടുകളുമാണ് നമുക്ക് പല സൈഡിൽ നിന്ന് വരുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇറാന്റെ കാര്യത്തിൽ തന്നെ ഇറാൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ്. ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ്. എങ്ങനെ വേണമെങ്കിലും അമേരിക്കയായിട്ടൊരു യുദ്ധം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന യുദ്ധങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങളും എല്ലാം പരിഹരിച്ച് ഞങ്ങളെല്ലാം റെഡിയാക്കി ഒരു യുദ്ധത്തിന് റെഡിയായിരിക്കുകയാണ് എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ മറുവശത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു യുദ്ധത്തിന് സഖ്യരാജ്യങ്ങൾ, ആ മേഖലയിലുള്ള രാജ്യങ്ങളുമായിട്ട് പറഞ്ഞ് അവർ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏത് തരത്തിലുള്ള സാഹചര്യം ഉണ്ടായാലും റെഡിയായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. ഇനി മിഡിൽ ഈസ്റ്റിൽ നിന്നാണെങ്കിൽ, മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള അമേരിക്കൻ ആഭിമുഖ്യം പുലർത്തുന്ന രാജ്യങ്ങൾ, അവർ ഏത് വിധേനയും ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു. അങ്ങനെ ഭയങ്കര കലുഷിതമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ ഇതിനെ ആത്യന്തികമായിട്ട് പരിശോധിക്കുമ്പോൾ യുദ്ധം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, ഈ മേഖലകളിൽ ഇന്ന് യുദ്ധം അത്യാവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം,
നമ്മൾ ഇതിനു മുൻപുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ആ സാഹചര്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സാഹചര്യം, അതേ സാഹചര്യങ്ങൾ തന്നെ ഇന്ന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് വേണ്ടി എന്ന പോലെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു യുദ്ധത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇപ്പോൾ നോക്കുക, ഈ പ്രധാനമായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം അവസ്ഥ ഇത് തന്നെ. ഇപ്പോൾ അമേരിക്കയുടെ അവസ്ഥ, അമേരിക്ക ഇപ്പം വെനസ്വലയെ ഇപ്പോൾ വെനസ്വല കൺട്രോൾ ചെയ്യുന്നത് ഞാനാണെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നുണ്ട്. അത് എല്ലാ അർത്ഥത്തിലും അത് ശരിയാണ് താനും. രണ്ട് ഗ്രീൻലാൻഡിനെ പിടിക്കാൻ അമേരിക്ക നോക്കുന്നു. വെച്ചാൽ അമേരിക്കയുടെ ഉദ്ദേശം അമേരിക്കയുടെ ആ ചുറ്റുവട്ടത്തെ സുരക്ഷിതമാക്കുക എന്നുള്ളൊരു വശം. ഇപ്പം ഗ്രീൻലാൻഡിനെ പിടിക്കുമ്പോൾ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് നാറ്റോയ്ക്ക് അവിടെ നാറ്റോ അംഗ രാജ്യമാണ്. അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അവിടെ ബേസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അമേരിക്കയുടേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ചില യുദ്ധതന്ത്രങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഈ റഷ്യ ആണെങ്കിലും ചൈനയായിട്ടും ആ മേഖലകളിലൂടെയുള്ള കപ്പൽ പാതകളടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഒരു ബ്ലോക്കേഡ് കൃത്യമായിട്ട് അവരുടെ രീതിയിൽ കൊണ്ടുവരാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഗ്രീൻലാൻഡ് അവരെ സംബന്ധിച്ച് ജിയോ പൊളിറ്റിക്കലി അത്യാവശ്യമാണ്. അതുപോലെ തന്നെയായിരുന്നു വെനസ്വേലയുടെ കാര്യവും അതുതന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഇറാന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇറാനിൽ അരക്ഷിതാവസ്ഥ ഉണ്ടായാലും ഇല്ലെങ്കിലും, ഇറാൻ ശാന്തമാണെങ്കിലും എങ്ങനെയാണെങ്കിൽ പോലും അവിടെ ഇറാൻ അത്രയും തന്ത്രപരമായ ഒരു സ്ഥാനത്തിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തെ ചൈനയാണെങ്കിലും അമേരിക്കയാണെങ്കിലും യൂസ് ചെയ്താൽ പോലും ഇപ്പോൾ ഇറാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, വെറുതെ ഇരുന്നാൽ പോലും ഇവരുടെ രണ്ടുപേരുടെയും ഇപ്പം റഷ്യയുടെ ആണെങ്കിലും ചൈനയുടെ ആണെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ആ രാജ്യത്തിന് മുകളിൽ വരുന്നത് എപ്പോഴും അമേരിക്കയ്ക്ക് ത്രട്ടാണ് എന്നുള്ളത്. അതും അമേരിക്കൻ ചേരിക്ക്, നാറ്റോ അടക്കമുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്നത്തെ അവസ്ഥ വെച്ച് ത്രട്ടാണ്, ഒരു ഭീഷണിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ വന്നാലും ഒരു യുദ്ധത്തിനുള്ള സാധ്യത ഇപ്പം ഇന്നല്ലെങ്കിൽ നാളെ, അതും അല്ലെങ്കിൽ അടുത്ത ദിവസം ഒരു യുദ്ധത്തിനുള്ളൊരു സാധ്യത എപ്പോഴും അവിടെ കിടപ്പുണ്ട്. കാരണം അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു വസ്തുതയാണ്. ഇനി നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പല രാജ്യങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യം, പല രാജ്യങ്ങളും സൈനികമായിട്ട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യം അവരെ സംബന്ധിച്ച് മറ്റൊരാൾ ഇപ്പോൾ ഇവരുടെ എല്ലാം ഈ കാലഘട്ടത്തിലുള്ള ഇവരുടെ എല്ലാം മനോഭാവം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ട്രംപിന്റെ മനോഭാവമുണ്ട്. ഇപ്പോൾ പീറ്റ് ഹെഗ്സത്ത് ഈ വെനസ്വേല പിടിച്ച സമയത്ത്, അമേരിക്ക വെനസ്വേലയെ കയറി മഡുറോയും പിടിച്ചുകൊണ്ട് പോയ സമയത്ത് പീറ്റ് ഹെഗ്സത്ത് ഈ കൊടുത്ത ഒരു അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം ഇതുണ്ട്. നമ്മൾ നടപ്പിലാക്കിയത് ട്രംപിന്റെ പോളിസിയാണ്. എന്ത് ട്രംപിന്റെ പോളിസി എന്ന് വെച്ചാൽ ഈ പീസ് ത്രൂ മൈറ്റ്, ശക്തിയിലൂടെ സമാധാനം സൃഷ്ടിച്ചെടുക്കുക, ശക്തി കാണിച്ച് സമാധാനം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ആ സാധനം തന്നെയാണ് എല്ലായിടത്തും ഇവർ ചെയ്യാൻ പോകുന്നത്. ഇനി അതേ സാധനം തന്നെയാണ് ചൈനയും ഉദ്ദേശിക്കുന്നത്. ചൈന തായ്വാന്റെ ചുറ്റും വലിയ ബ്ലോക്കേഡ് നടത്തി, വലിയ സൈനിക അഭ്യാസം നടത്തി, ഇപ്പം ഞങ്ങൾ ആക്രമിക്കും എന്നുള്ള പ്രതീതികൾ സൃഷ്ടിക്കുമ്പോൾ അവിടെയും ഇത് തന്നെ പീസ് ത്രൂ മൈറ്റ് എന്നുള്ളൊരു സംഗതിയാണ്. ഇനി റഷ്യ ഉക്രൈൻ വാർ വരിക, അവിടെയും അത് തന്നെയാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അപ്ലൈ ചെയ്യുന്ന ഈ തത്വം ഒരിക്കലും സമാധാനം സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകും, വലിയ യുദ്ധത്തിലേക്ക് പോയിട്ട് എല്ലാം കൂടെ കത്തി തീർന്നതിന് ശേഷം ഒരു സമാധാനത്തിലേക്ക് എത്തുക, ഇതാണ് അത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത് ഇന്നോളം ലോകത്തിൽ. അപ്പോൾ ആ പാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇറാനിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും കിടക്കുന്നു. യുദ്ധമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത പോലത്തെ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം ആ റെജീം അവിടെ നിൽക്കുന്നിടത്തോളം കാലം, ആ റെജീമും റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും അഭേദ്യമായ ബന്ധം സൂക്ഷിക്കുന്നിടത്തോളം കാലം അതിനെ തകർക്കുക എന്ന് പറയുന്നത് അമേരിക്കയെയും അമേരിക്കൻ ചേരിയെയും സംബന്ധിച്ച് അത് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ, അതുമല്ലെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാകാനുള്ള സാധ്യതകൾ അവിടെ വളരെ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ അത് എങ്ങനെ പോകും, ഇറാനിൽ മാത്രം ഒതുങ്ങുമോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച്, പണ്ടുള്ള സാഹചര്യമല്ല, ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് അതാണ്. നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും സംഭവിച്ചത് അതാണ്. ഒരു ചെറിയ സ്ഥലത്ത് തുടങ്ങിയ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധം, ആ യുദ്ധം കാട്ടുതീ പോലെ അങ്ങനെ പടർന്ന് നമുക്കറിയാം. നമ്മുടെ ബ്രിട്ടന്റെ കോളനി ആയിരുന്ന ഇന്ത്യൻ പട്ടാളക്കാർ പോലും എത്ര പേര് മരിച്ചുപോയി എന്നുള്ളത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ അങ്ങനെ പടരാൻ അപ്പോൾ ഇതിന് ആനുപാതികമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. ആ സംഭവ വികാസങ്ങളുടെ മുകളിൽ എന്ന് വെച്ചാൽ ഈ നമ്മൾ കതിന പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് തിരി കൊളുത്തി വിട്ടിട്ട് അത് കുറച്ച് സമയമെടുക്കും അത് വന്ന് പൊട്ടാൻ എന്ന് പറയുന്നത് പോലെയാണ്. ആ തിരി കത്തി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്.
അത് പൊട്ടാൻ ഒരു പക്ഷേ കുറച്ച് അല്പം കൂടെ സമയമെടുത്തേക്കാം. പക്ഷേ അത് പൊട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പല സംഭവങ്ങളും ഇപ്പം ഇതിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവം കൂടി നമുക്ക് എടുത്തു പറയാവുന്നതാണ്. ഇപ്പോൾ അലാസ്കയിൽ വെച്ച് റഷ്യയും അമേരിക്കയും ഇപ്പം പുടിനും ഡൊണാൾഡ് ട്രംപും വെച്ച് കണ്ടുമുട്ടി ചർച്ചകൾ നടത്തിയെന്ന് പറഞ്ഞ വലിയ സംഭവമുണ്ടായി. അതിനുശേഷമാണ് പുടിന് നേരെ വധശ്രമം നടത്തിയത്. പുടിന്റെ കൊട്ടാരത്തിലേക്ക് ഡ്രോണുകൾ അത്രയും ഡ്രോണുകൾ എത്തി എന്ന് പറയുമ്പോൾ, ആക്രമിക്കാൻ എത്തി എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇതേ രീതിയിലാണ് ഡ്രോണുകൾ റഷ്യയുടെ മണ്ണിൽ പോയിട്ട് അവരുടെ ഈ ന്യൂക്ലിയർ ബോംബറുകളെ തകർത്ത് കളഞ്ഞത്. അപ്പോൾ അതേ സാധനം തന്നെയാണ് റഷ്യ എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ തലവനെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. പിന്നീട് വന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഉക്രൈനിൽ വീണ്ടും ഒറാഷനിക് മിസൈൽ കൊണ്ടിട്ട് റഷ്യ ഇട്ടത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കറക്റ്റ് വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇറാനിൽ ആദ്യം ഇസ്രായേൽ ഇറാൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. എന്ന് വെച്ചാൽ ഇവരുടെ ആരുടെയും കയ്യിലെ പ്രധാനപ്പെട്ട ആയുധങ്ങളൊന്നും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട ഒരായുധങ്ങളും ഇവരുടെ ആരുടെയും കയ്യിലിരിക്കുന്ന എടുത്തിട്ടില്ല. ഇപ്പോൾ ഓർക്കുക, വെനസ്വേലയിൽ മഡുറോയെ പിടിക്കാൻ വേണ്ടി 20 അമേരിക്കൻ സൈനികർ ചെന്നുവെന്നും ബാക്കി അവിടെ മഡുറോയെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന സൈനികർ പറഞ്ഞു തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആയുധമാണ് അവർ പ്രയോഗിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബാക്കി 100 പേരെ കൊന്നുവെച്ചിട്ട് അമേരിക്കൻ സൈനികർ ഒരാൾ പോലും ചെറിയ നേരിയ പരിക്കുകളുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർ തിരിച്ച് എത്തിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുള്ളിലെല്ലാം ഉള്ളൊരു വസ്തുത ഇപ്പം അത് തന്നെയാണ് റഷ്യ ഒറാഷനിക്ക് ഇവിടെ പ്രയോഗിക്കുമ്പോൾ റഷ്യ വ്യക്തമായി പറയുന്നുണ്ട്, ഇത് മാത്രമല്ല ഞങ്ങളുടെ അടുത്തുള്ളത്, വേറെയും കാര്യങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട് എന്ന് പറയുന്നത്. വെച്ചാൽ ലോകം അങ്ങനെ ഒരു തലത്തിലാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും തല ഉയർത്തി നിൽക്കുന്നു. എന്നെ തൊട്ടാൽ നിങ്ങളെ ഞാൻ ശരിയാക്കും. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് ഞങ്ങൾ നേടിയെടുക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ചൈനയ്ക്ക് നോക്കുക, ചൈനയുടെ ലക്ഷ്യം അത് ഞങ്ങൾ നേടിയെടുക്കും. അമേരിക്കയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് ഞങ്ങൾ നേടിയെടുക്കും. റഷ്യക്ക് ഒരു സ്വപ്നമുണ്ട്, അത് ഞങ്ങൾ നേടിയെടുക്കും. അപ്പൊ അങ്ങനെയാണ് എല്ലാവരും പോണത്. അല്ലാതെ ആരും താന്നു നിൽക്കാല്ല. അപ്പൊ ആ ഒരു മെന്റാലിറ്റി, അതാണ് ഈ പീസ് ത്രൂ മൈറ്റ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ അതേ സ്വഭാവമാണ് എല്ലാവരും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു ലോകത്തിൽ എന്താണെങ്കിലും യുദ്ധം അത്യാവശ്യമാണ്. യുദ്ധം നടക്കും. അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അത് നടന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ജോൺ, ഇപ്പോൾ റോബിൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു അലയൊലികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രഭവകേന്ദ്രം ഒരുപക്ഷെ റോബിൻ പറഞ്ഞതുപോലെ ഇറാൻ ആയിരിക്കാം, ഇപ്പോൾ തായ്വാൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശങ്ങളായിരിക്കും, റഷ്യ യുക്രൈൻ പോലുള്ള പ്രദേശങ്ങളായിരിക്കാം, എന്തിനേറെ പറയുന്നു ഗ്രീൻലാൻഡ് പോലും ആകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥയിലൂടെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ലോക രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, സംഘർഷങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഈ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ഇറാനാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്, ഷിയ സുന്നി വിഭാഗീയതയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു ഏകീകരണം സൈനികമായിട്ട് ഒരു സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? അതിൻ്റെ ഒരു ശതമാനം എത്രത്തോളമുണ്ട്? ഇപ്പോൾ തന്നെ നമുക്ക് കണ്ടറിയാൻ സാധിക്കും. ഇന്നും ഇന്നലെയായിട്ട് വരുന്ന ന്യൂസുകൾ തന്നെ, ബ്ലൂംബർഗ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നാറ്റോ പോലെയുള്ള ഒരു സഖ്യം ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് ഉണ്ടാക്കുവാനുള്ള തത്രപ്പാടിൽ 3 രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി, ഈ 3 രാജ്യങ്ങളും അതിൻ്റെ ഒരു തത്രപ്പാടിലാണ്. അത് ഇസ്ലാമിക രാജ്യങ്ങളാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ആ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു കുടക്കീഴിൽ, നാറ്റോ പോലെ ഒരു സഖ്യം ഒരു കുടക്കീഴിൽ, അതായത് നമുക്കറിയാം നാറ്റോയുടെ പോളിസി എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു നാറ്റോയിൽ അംഗമായ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നത് ബാക്കി എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുന്നത് തുല്യമാണെന്ന് കണക്കാക്കുന്ന അതേ ഒരു പോളിസി തന്നെയാണ് ഇസ്ലാമിക രാജ്യങ്ങൾ അവർ രൂപകൽപ്പന ചെയ്യാൻ പോകുന്നെന്നുള്ള റിപ്പോർട്ടുകളാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാകിസ്ഥാനെ ആക്രമിക്കുന്ന ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അത് മറ്റ് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടുന്ന നാറ്റോ പോലെയുള്ള ഏതെങ്കിലും സഖ്യം, അതുപോലെ എന്തെങ്കിലും ഇസ്ലാമിക രാജ്യങ്ങൾ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്ന കണക്കാക്കും എന്ന് പറയപ്പെടുന്ന ഒരു സഖ്യം തന്നെ രൂപപ്പെടുകയാണ്. സൗദി അറേബ്യയുടെ സമ്പത്ത്, പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ, തുർക്കിയുടെ മിലിറ്ററി, അതൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ മറ്റു രാജ്യങ്ങളും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനിലുള്ള ഈ ഒരു അവസ്ഥ, അരക്ഷിതാവസ്ഥ, സംഘർഷാവസ്ഥ, ഇപ്പോൾ 3 രാജ്യങ്ങൾ, തുർക്കി, സൗദി അറേബ്യ, പാകിസ്ഥാൻ മുതലായ 3 രാജ്യങ്ങൾ വളരെ ആകാംക്ഷയോടെ തന്നെ നോക്കിക്കാണുകയാണ്. അപ്പോൾ മറ്റു രാജ്യങ്ങളും, സാവധാനം മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളും ഇതിൽ പങ്കുകാരായേക്കാം എന്ന് വേണമെങ്കിൽ ഒരു പക്ഷെ നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇറാനിലെ പ്രശ്നങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്,
ഏകദേശം 12,000-ഓളം ഔദ്യോഗിക കണക്കുകൾ 2,000 ആണ് പറയുന്നതെങ്കിലും പുതിയ പല റിപ്പോർട്ടുകൾ അനുസരിച്ച് 12,000-ഓളം ആളുകളാണ്, പ്രത്യേകിച്ച് പ്രതിഷേധക്കാരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചു വീണത്. അതായത് ഈ വർഷത്തെ ഏറ്റവും കൂടിയ നരഹത്യ നടന്നത് ഇറാനിലാണെന്ന് പറയാൻ സാധിക്കും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച്. അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ പ്രധാന വശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ട്രംപിൻ്റെ വാക്കുകൾ, ഇന്നലെ ട്രംപ് ഇറക്കിയ ഒരു പ്രസ്താവന, അതായത് മിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിക, മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പേർഷ്യൻ സംസ്കാരത്തിൻ്റെ പാരമ്പര്യം പേറുന്ന ഈ ഇറാനിൽ നടക്കുന്ന ഈ സംഘർഷങ്ങൾക്കൊരു വിരാമമായില്ലെങ്കിൽ, പ്രതിഷേധക്കാർ അടിച്ചമർത്തുന്നത് വീണ്ടും തുടർന്നാൽ, ഇറാനുമായിട്ടുള്ള ബാക്കിയുള്ള ഇറാൻ ഒഫീഷ്യൽസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗിക അധികൃതരുമായിട്ടുള്ള എല്ലാ മീറ്റിങ്ങുകളും വേണ്ടാന്ന് വെക്കുകയും ഇറാനിൽ എത്രയും വേഗം സഹായം കൊണ്ടുവരികയും ചെയ്യുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറക്കിയ ഒരു പ്രസ്താവന. അത് എക്സിലാണ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചത്. മാത്രമല്ല, നിങ്ങളെ ഉപദ്രവിക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കി വെക്കുവിൻ, അല്ലെങ്കിൽ നിങ്ങളെ അടിച്ചമർത്ത ആരൊക്കെയാണ് നിങ്ങൾ നോക്കി വെക്കുകയും തീർച്ചയായിട്ടും അവർക്കെതിരായുള്ള പ്രവൃത്തികൾ ട്രംപിന്റെ US-ന്റെ ഭാഗത്തുണ്ടാവുന്നൊക്കെ ട്രംപ് പറയുന്നുണ്ട്. US പോലെയുള്ള രാജ്യത്തിനെതിരെ കൊമ്പുയർത്താനും ഇറാൻ മടിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറെ കാര്യം. US എവിടെ നിൽക്കുന്നു, ഇറാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ US ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കാം. അതിലേറ്റവും ഹയസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങളിൽ 1-2 രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ റഷ്യയും ചൈനയും ഒരുമിച്ചെടുത്താൽ പോലും US-ന്റെ ഒരു 3 അയലക്കത്ത് പോലും എത്തില്ല എന്നുള്ളതാണ്. മിലിറ്ററി പവറുള്ള സമ്പത്തിൽ എത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെയായിരിക്കെ US-ന് ഒരു മേൽക്കോയ്മ, അത് സമ്പത്തിലായിക്കോട്ടെ, സൈനിക ശക്തിയിലായിക്കോട്ടെ, മറ്റെന്ത് കാര്യത്തിലായിക്കോട്ടെ, US-ന് ഒരു മേൽക്കോയ്മ ഉള്ളിടത്തോളം കാലം എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ചിന്ത വെച്ച് ഒരിക്കലും ഇറാൻ്റെ ഒരു അവസ്ഥ ഇത് കുറേ നാളത്തേക്ക് നീണ്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇനി US ഇടപെടുകയാണെങ്കിൽ അടുത്ത സംഭവിക്കാവുന്നത് ഒരുപക്ഷെ അവിടെ ഇപ്പോഴത്തെ ഒരു മത നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള ഖമേനി, ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക, അല്ലെങ്കിൽ വിചാരണയ്ക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അദ്ദേഹം ഒളിച്ചോടി പോവുക. മോസ്റ്റ് പ്രോബബ്ലി ഒളിച്ചോടി പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ടാകും എന്നാണ് അറിയപ്പെടുന്നത്. ഇന്നാണ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇന്നലെയും ഇന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, പ്രതിഷേധക്കാരിൽ ഒരാളായ 26 വയസ്സുകാരനെ തൂക്കിലേറ്റുന്ന ഒരു കാര്യത്തെ പറ്റി ഇറാനിലെ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സഡൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണം ഉണ്ടായേക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉണ്ടാകട്ടെ എന്നാണ് ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ മിക്കതും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതിനെതിരെ സംസാരിക്കുന്ന പല ആശങ്കയുണർത്തുന്ന പല രാജ്യങ്ങളുണ്ട്. കാരണം വെനസ്വല കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ വിഭവശേഷിയുള്ളത് സൗദി അറേബ്യയാണ്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ പിന്നെയുള്ളത് ഇറാൻ, അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അപ്പൊ ഇറാനില് ഈ ചൈനയ്ക്ക് ഒരു ഇതുണ്ട്, റഷ്യക്ക് ഒരു കണ്ണുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ US അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇറാന്റെ ഓയിൽ സമ്പത്തും കൂടി US-ന്റെ കയ്യിലാവും. അപ്പൊ വെനസ്വല US-ന്റെ കയ്യിലായി, ഇറാൻ US-ന്റെ കയ്യിലായി, സൗദി അറേബ്യ പിടിച്ചു നിൽക്കുന്ന ഒരു പക്ഷേ US-ന്റെ ചെൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ പക്ഷേ ലോകത്തെ മൊത്തം ഈ ഓയിൽ സമ്പത്ത് US അടിച്ചു മാറ്റുമ്പോൾ, അല്ലെങ്കിൽ US-ന്റെ കൈവശമാക്കുമ്പോൾ, US ഒരിക്കലും അനിഷേധ്യമായ, അല്ലെങ്കിൽ US ഒരു അനിഷേധ്യമായ വേൾഡ് പവർ, അതായത് ഇപ്പോൾ ഒരു വേൾഡ് പവർ US ആണ് എങ്കിൽ തന്നെയും ഇനി വരും കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ഓയിൽ സമ്പത്തൊക്കെ US-ന്റെ കൈൽപ്പിടിയാകുമ്പോൾ ഒരിക്കലും തകർക്കാൻ പറ്റാത്ത വലിയൊരു സാമ്രാജ്യം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പണ്ട് കാലത്ത് റോമ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ബാബിലോണിയൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു, യവന സംസ്കാരം ഉണ്ടായിരുന്നു. അതുപോലെ വലിയൊരു സാമ്രാജ്യമായിട്ട് ഒരു പക്ഷേ US മാറാൻ സാധ്യതയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എല്ലാ മേഖലകളിലും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുക, അല്ല ഇറാനായിട്ട് എന്തെങ്കിലും സമ്പർക്കം പുലർക്കുന്ന ഏതെങ്കിലും രാജ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 25% ടാക്സ് പിടിക്കുന്ന കാര്യത്തെ പറ്റി ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് തന്നെ ഒരു പുതിയ സാമ്രാജ്യ ശക്തിയെ വിളിച്ചോതുന്നില്ലേ? നമ്മൾ പലപ്പോഴും പറയും, നമ്മൾ ചിന്തിക്കാറുണ്ട് ആധുനിക കാലഘട്ടമാണ്, 21ാം നൂറ്റാണ്ടാണ്, AI-യുടെ കാലഘട്ടമാണ്. അപ്പോൾ പുതിയൊരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പുതിയൊരു സാമ്രാജ്യ ശക്തി പണ്ടത്തെ പോലെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം കാലഘട്ടം മാറി വരുന്നതോടൊപ്പം ഓരോ കാലഘട്ടത്തിൽ ഓരോ സാമ്രാജ്യത്തെ ശക്തികൾ വരുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അമേരിക്ക ഇനിയൊരു പക്ഷേ വലിയൊരു സാമ്രാജ്യമായി കൂടാ ഇന്നില്ല. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് പിന്നിലുള്ളൊരു ധ്വനി ഇങ്ങനെയും കൂടി ചിന്തിക്കേണ്ടതുണ്ട്.
ഇനി അടുത്ത ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാം ലോക മഹായുദ്ധം ഇതിന് ഉത്തമ ഒരു ദൃഷ്ടാന്തമാണ് നാഗസാക്കിയും ഹിരോഷിമയും. അതെ അതെ അവിടെ അവസാനം അവിടെ അമേരിക്ക 2 ബോംബിട്ടപ്പോഴാണ്, പേൾ ഹാർബർ എന്നുള്ള ഭാഗം ഉണ്ടായിരുന്നു, പക്ഷെ അമേരിക്ക 2 ബോംബിട്ടപ്പോഴാണ് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരു പരിസമാപ്തി വന്നത്. അപ്പോ പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പോലെ, എലോൺ മസ്ക് ഉൾപ്പെടെ പറയുന്നത് പോലെ, മൂന്നാം ലോക മഹായുദ്ധം ഈസ് ഇന്നവിറ്റബിൾ, തീർച്ചയായിട്ടും ആവശ്യകരമാണ്. അപ്പൊ എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അതിക്രമോ വലിയ രീതിയിലുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു എക്സ്പ്ലോഷനോ ഒക്കെ ഉണ്ടായാലും ഒരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധം അതോടെ അവസാനിക്കാൻ സാധ്യത ഉണ്ടാകുമായിരിക്കാം എന്നാണ് കണക്കുകളാണ്. ഉണ്ടാകാതിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഇതൊരു ഈറ്റ് നോവിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന പോലെ ഇപ്പോഴും വന്നിട്ടില്ല. ഈറ്റ് നോവ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വീർപ്പ് മുട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ പിടിച്ചു നിർത്തുന്നത് ഒരൊറ്റ ഇതിലാണ്. സമാധാനം എന്ന് പറയുമ്പോൾ അത് ഈ ആയുധ ശക്തിയുടെ പേരിലുള്ള സമാധാനമാണ്, അല്ലാതെ മനുഷ്യർക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടായിട്ടുള്ള സമാധാനമല്ല. യുഎസിനെതിരെ ആരും പോവാത്തതിന്റെ കാരണം യുഎസ് വലിയൊരു ആയുധശക്തി ഉള്ളത് കൊണ്ടാണ്. മറ്റു രാജ്യങ്ങൾക്ക് ആയുധശക്തി കുറവാണ്, എങ്കിലും ഇവരൊക്കെ നിൽക്കുന്നത് ഈ ആയുധശക്തിയുടെ ഒരു ബലത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു വമ്പ് പറച്ചിലോ അതിന്റെ ഒരു പേരിലുള്ള സമാധാനത്തിലാണ്. ഈ സമാധാനം ഒരു പക്ഷേ ഇല്ലാതാവാൻ ഇനി കുറച്ച് അധികം നാൾ വേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ഞാൻ ഒരു കാര്യം കൂടി നമ്മൾ പറയാം. നമ്മൾ ഈ മൂന്നാം ലോക മഹായുദ്ധം അല്ലെങ്കിൽ എൻഡ് ടൈംസ്, അന്ത്യകാലം എന്നൊക്കെ രീതിയിൽ നമ്മൾ പരാമർശിക്കുമ്പോൾ നമ്മൾ ഇവിടെ നടക്കുന്ന ഒരു സംഘർഷങ്ങൾക്ക് മറ്റൊരു വശം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് പ്രത്യേകിച്ച് ഇറാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഘർഷങ്ങൾക്ക്, അതായത് ഇവരുടെ ഒരു വിശ്വാസമുണ്ട്, ഈ 12ാം ഇമാം അല്ലെങ്കിൽ മെഹദി എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. അതായത് ഈ മെഹദി എന്ന് പറയുന്നത് ഒരു അന്ത്യകാലത്തോടടുക്കുമ്പോൾ ഈ അറേബ്യൻ ഭൂഖണ്ഡം കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ, അതായത് ലോകം മുഴുവൻ വലിയൊരു അരാജകത്വം ഇങ്ങനെ നടമാടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിൽ ഈ അറേബ്യൻ ഭൂഖണ്ഡം ഈ വലിയ രീതിയിലുള്ള സംഘർഷം കൊണ്ട് നിറയും, വലിയ രീതിയിലുള്ള ഈ കലാപം കൊണ്ട് നിറയും. അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പോയിന്റിൽ ഈ കറുത്ത കൊടിയും പിടിച്ചുകൊണ്ട് ഇമാം മഹദി, അതായത് 12ാമത് ഇമാമായിട്ടുള്ള മഹദി ഇങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നൊക്കെയാണ് ഒരു കൺസെപ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സംഘർഷങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവരുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മഹദിയുടെ വരവിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ജനവിഭാഗം. അപ്പോൾ ഈ മഹദി വരണമെങ്കിൽ സംഘർഷങ്ങൾ രൂക്ഷമാകണം, കലാപങ്ങൾ വലിയ രീതിയിൽ ശക്തിപ്പെടണം. അപ്പോൾ അവർ പറയുന്നത് ഒരു തിന്മയും നന്മയും തമ്മിലുള്ള ഒരു പോരാട്ടം നടക്കണം. അതായത് അവരുടെ കാഴ്ചപ്പാടിൽ തിന്മ എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലും, നന്മ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാൻ. ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടത്തിന്റെ ഒരു ക്ലൈമാക്സ് പോയിന്റിലാണ് ഈ മഹദി വരേണ്ടത്. അപ്പോൾ ഈ മഹദിക്ക് ഈ ഗ്രൗണ്ട് വർക്ക് ഒരുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇറാനിലെ മത നേതൃത്വം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇറാന്റെ ഈ വിദേശ നയം എന്ന് പറയുന്ന ഒരു അപ്പോക്ലപ്റ്റിക് ഫോറിൻ പോളിസി, അന്ത്യകാല വിദേശ നയം എന്നാണ് പറയുന്നത്. അതായത് മഹദിയുടെ ആഗമനത്തിനായിട്ട് ലോകമെമ്പാട് അരാജകത്വം നടമാടണം, അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ഭീകര സംഘടനകളെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത്. അതായത് ഈ മധ്യപൂർവേഷ്യ അല്ലെങ്കിൽ അറേബ്യൻ ഭൂഖണ്ഡം മുഴുവൻ ഇങ്ങനെ ഹൂതികൾ, ഹിസ്ബുള്ളകൾ, ഹമാസ് ഇവരെ കൊണ്ട് ഇങ്ങനെ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കണം. നമുക്കറിയാം ഈ നമുക്ക് പ്രകോപിപ്പിച്ച് ഇങ്ങനെ യുദ്ധം ചെയ്യിപ്പിക്കുക എന്നൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ അരാജകത്വം നടമാടുന്നു. അതിന്റെ പോയിന്റിൽ ഈ മഹദിക്ക് വഴിയൊരുക്കാനുള്ള ചില നീക്കങ്ങളാണ് നമ്മൾ ഇവരുടെ കണ്ണിലൂടെ മതപരമായിട്ടുള്ള കണ്ണിലൂടെ നോക്കുമ്പോൾ ഇവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ ആധുനിക ഇറാന്റെ ഭരണഘടനയുടെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ നട്ടെല്ല് ആയിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ഈ വിലായത്ത് ഈ ഫക്കീഹ് എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. അതായത് പേർഷ്യൻ ഭാഷയിൽ ഇതിനെ പറയുന്ന ഇസ്ലാമിക നിയമ പണ്ഡിതന്റെ രക്ഷാകർത്തൃത്വം എന്നാണ് പറയുന്നത്. അതായത് ഈ മഹദി മടങ്ങി വരുന്നത് വരെ ഇസ്ലാം സമൂഹത്തെ നയിക്കാൻ യോഗ്യനായിട്ടുള്ള ഇസ്ലാമിക നിയമ പണ്ഡിതൻ എന്നാണ് ഇതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളൊരു ആശയമാണെങ്കിൽ 1979 നടന്ന വിപ്ലവത്തിന് ശേഷമാണ് ഇതൊരു രാഷ്ട്രീയ ഭരണ സംവിധാനമായിട്ട് ഇവർ ഇങ്ങനെ രൂപീകരിച്ചത്. അപ്പോൾ ഇവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറയുന്ന വിലായത്ത് ഫക്കീഫ് എന്ന് പറയുന്ന ആ ഒരു ഇസ്ലാമിക പണ്ഡിതൻ എന്ന് പറയുന്നത് ഈ റൊഹുള്ള ഈ കൊമേനിമാരാന്നാണ് പറയുന്നത്. ഈ മഹദിക്ക് ഭരണം കൈമാറാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഈ നിയമ പണ്ഡിതർ എന്നൊരു കൺസെപ്റ്റിലേക്കാണ് ഇറാൻ കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ ഇതിനകത്ത് പല വശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ സംഘർഷം നടക്കുന്നു, കലാപങ്ങൾ നടക്കുന്നു, അമേരിക്കയുടേതായിട്ടുള്ള ചില ഇൻട്രസ്റ്റുകളുണ്ട്, അവിടെ അയത്തുള്ള ഭരണകൂടം ജനങ്ങളെ അടിച്ചമർത്തും, അതെല്ലാം അവിടെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നിഗൂഢമായിട്ടും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു അജണ്ട എന്ന് പറയുന്നത് ഈ മഹദിക്ക് വഴിയൊരുക്കുക ഒരു അപ്പോക്ലപ്റ്റിക് ഒരു ആംഗിൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുണ്ട്. ആ
ആള് വരണമെങ്കിൽ സംഘർഷം വളരെ ശക്തമാകണം, അരാജകത്വം ശക്തമാകണം, യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളണം. ആ ഒരു ക്ലൈമാക്സ് പോയിന്റിൽ ഈ ആള് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ എന്നൊക്കെയാണ് ചില നിരീക്ഷകർ പറയുന്നത്. പക്ഷേ ആ നിരീക്ഷണത്തെ നമുക്ക് തെറ്റ് പറയാനും പറ്റത്തില്ല ഈ കൺസെപ്റ്റ് നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോൾ. എന്തൊക്കെ തന്നെയായാലും വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ലോകം കടന്നു പോകുന്നത്. 2026 വരും മാസങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ അരാജകത്വത്തിന്റെ സംഘർഷങ്ങളുടെ യുദ്ധങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ മധ്യകാലഘട്ടങ്ങളിൽ നിലനിരുന്ന 4 ഇസ്ലാമിക പ്രവിശ്യകൾ ഉൾപ്പെടുന്ന ഈ ഖൊറൈസാൻ പ്രവിശ്യയുണ്ട്. ആ പ്രദേശങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞതുപോലെ കറുത്ത കൊടിയുയർത്തിയ സൈന്യത്തിന്റെ അകമ്പടിയോടെ ഇമാം മഹദി പ്രത്യക്ഷപ്പെടും. പിന്നെ ഇമാം മഹദിയുടെ ഭരണകാലയളവിൽ 7-8 വർഷം ലോകത്ത് സമാധാനം ഉണ്ടാവും, പിന്നെ അന്ത്യം ആഗതമാകും എന്നൊക്കെയാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഈ സംഘർഷം ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ കാണേണ്ടതുണ്ട് എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കും. ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കണം. ഒരുപക്ഷെ ഒരു ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ 1979 സംഭവിച്ചില്ലായിരുന്നെങ്കിൽ യൂറോപ്പിനെ പോലും വെല്ലുന്ന ഒരു പ്രദേശമായി ഇറാൻ മാറിയനെ. അത്രത്തോളം ഉയർന്ന ചിന്താഗതിയും ഉയർന്ന ജീവിത നിലവാരവും ഉയർന്ന സംസ്കാരവും നിലനിന്നിരുന്ന ഒരു പ്രദേശമാണ് ഇറാൻ, പഴയ പേർഷ്യൻ സംസ്കാരം. ആ ജനങ്ങളെയാണ് മുച്ചൂട് മുടിക്കുന്ന രീതിയിൽ മതതീവ്രവാദം തലക്കി പിടിച്ച ഖമേനി ഭരണകൂടം കഴിഞ്ഞ നൂറ്റാണ്ടോളമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അതിനെതിരെയുള്ള ആ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇറാൻ്റെ തെരുവുകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആ ജനതയ്ക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കട്ടെ. ഇറാൻ ഒരു വികസിത പാതയിലേക്ക് വരട്ടെ. മത തീവ്രവാദം ഇറാനിൽ ഇല്ലാതാകട്ടെ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതെ തന്നെ ഇറാനിലെ ജനതയ്ക്ക് നീതി ലഭ്യമാകട്ടെ. അമേരിക്ക ഒരുപക്ഷെ ഇറാനിൽ എടുക്കാൻ സാധ്യതയുള്ള സൈനിക നടപടി ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പോവാതിരിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.